എങ്ങനെയാ വർക്ക് എങ്ങനെയാണോ? ഒരു പീസ്ഫുൾ ആയിട്ടുള്ള വർക്കാണോ അതോ പ്രഷർ ഉണ്ടോ? എങ്ങനെയാണോ? ഹെക്റ്റിക് ആണോ? പീസ്ഫുൾ ആയിട്ടുള്ള വർക്ക് തന്നെയാണ്. ഒരു 99% ടൈമും നമ്മൾ പീസ്ഫുൾ തന്നെയായിരിക്കും. പിന്നെ 1% ടൈമിൽ എന്ത് സംഭവിക്കാമല്ലോ. അപ്പോൾ വന്ദേ ഭാരതിന് സിഗ്നൽ കിട്ടിയിട്ടില്ലേ നമ്മൾ ഓടേണ്ടി വരും. ഇപ്പോൾ ഗ്രൂപ്പ് ഡി എക്സാം എഴുതി കഴിഞ്ഞ് ഡ്യൂട്ടിയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റേഷൻ മാസ്റ്റർ ആവാനായിട്ട് പറ്റുമോ? അവർക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അതായത് ഡിഗ്രി ഉണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് എക്സാം എഴുതി സ്റ്റേഷൻ മാസ്റ്ററായി കയറാൻ പറ്റും. ട്രാവൽ ചെയ്യാൻ എങ്ങനെയാണ്? അലവൻസോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ട്രാവൽ ചെയ്യാനായിട്ട് പാസ് ഉണ്ട്, റെയിൽവേ പാസ്. നമ്മൾ ഫസ്റ്റ് ക്ലാസ് പാസിന് എൻടൈറ്റിൽഡ് ആണ്. ഇപ്പോൾ റെയിൽവേയിൽ എംപ്ലോയി ആയിട്ടിരിക്കുമ്പോൾ അപ്പോൾ SSC UPSC പോലുള്ള എക്സാമുകൾ എഴുതുമ്പോൾ എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ? എന്തെങ്കിലും റിസർവേഷൻസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഏജ് റിലാക്സേഷൻ ഉണ്ട്. വൺസ് 5 years കംപ്ലീറ്റ് ആയാൽ നമ്മുടെ സർവീസിൽ നമുക്ക് 40 years വരെ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് ഒക്കെ എഴുതാം. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ RRB NTPC എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ 2019 RRB NTPC ക്ലിയർ ചെയ്ത് തലശ്ശേരി സ്റ്റേഷൻ മാസ്റ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്ന അശ്വിനാണ് നമ്മുടെ കൂടെയുള്ളത്. ഹായ് അശ്വിൻ. ഹായ്. അപ്പോൾ ഇത്ര ഫോർമൽ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ഒന്നും ആവശ്യമില്ല, കാരണം ഞങ്ങൾ ഒരേ കോളേജിൽ ഒരേ ബാച്ച് പാസ് ഔട്ട് ആയിട്ടുള്ള ആൾക്കാരാണ്. സോ നമുക്ക് എന്തൊക്കെയാണെങ്കിലും സ്റ്റേഷൻ മാസ്റ്ററുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ അശ്വിൻ, അപ്പോൾ RRB NTPC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുടെ ഒരു സ്വപ്ന ജോലി തന്നെയാണ് ശരിക്കും സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്നതും ഇപ്പോൾ ഈ കാണുന്ന ഓഡിയൻസ് കേൾക്കാൻ ആഗ്രഹിക്കുന്നതും സാലറി അലവൻസുകൾ, അതിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അറിയേണ്ടത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ബ്രീഫ് ആക്കിയിട്ട് നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് കൂടെ മനസ്സിലാവുന്ന രീതിയിലൊന്ന് പറയാൻ പറ്റുമോ? ഓക്കെ. ഇപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ലെവൽ 6 പേ ബാൻഡ് വരിക. ലെവൽ 6 ബേസിക് പേ എന്ന് പറഞ്ഞാൽ 34,400 ആണ്. പിന്നെ ഡിയർനെസ് അലവൻസ് DA കിട്ടും. അത് ഇപ്പോൾ കറന്റ് 58% ആണ് DA. അത് ബേസിക് പേയുടെ 58% കിട്ടും. പിന്നെ ഒരു ഫിക്സഡ് ആയിട്ട് കിട്ടുന്നത് നമുക്ക് HR ആണ്. HR പക്ഷേ ബേസ്ഡ് ഓൺ സിറ്റി ആയിരിക്കും. XYZ സിറ്റി ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇപ്പോൾ തലശ്ശേരി എന്ന് പറയുന്നത് തലശ്ശേരിയുള്ളത് ഇപ്പോൾ Y കാറ്റഗറി. ഇപ്പോൾ 20% ആണ്. X കാറ്റഗറി ആണെങ്കിൽ ചെന്നൈ മെട്രോ സിറ്റീസ് ആകുമ്പോൾ 30% ആണ് കിട്ടുക ബേസിക് പേയുടെ. തലശ്ശേരി 20% കിട്ടും. ഇനി സെഡ് കാറ്റഗറി ഉണ്ട്, കുറച്ചും കൂടെ റൂറൽ ആയിട്ട് പോപ്പുലേഷൻ ഒക്കെ കുറഞ്ഞ്, അത് അവിടെ 10% ആയിരിക്കും കിട്ടുക. എത്രയാണ് സാലറിയുടെ പ്ലസ് അലവൻസ്? പിന്നെ ഇത് ഒരു ട്രാൻസ്പോർട്ടേഷൻ അലവൻസ് എന്ന് പറഞ്ഞ് കിട്ടും. അതും ബേസ്ഡ് ഓൺ സിറ്റി ആണ്. മന്ത്ലി എനിക്ക് അറൗണ്ട് 2,500 to 3,000 റേഞ്ചിലാണ് കിട്ടുക. ഇപ്പോൾ മെട്രോ സിറ്റി ആണെങ്കിൽ അതിൻ്റെ ഡബിൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഉള്ളത് നൈറ്റ് ഡ്യൂട്ടി അലവൻസ്. മന്ത്ലി നമുക്കൊരു ആവറേജ് നോക്കുമ്പോൾ ഒരു 8 നൈറ്റ് ഡ്യൂട്ടി ഒക്കെയാണ് ചെയ്യേണ്ടി വരിക. അപ്പോൾ ഒരു 2,500 to 3,000 കയറുന്നവർക്ക് ആണ് പറയുന്നത്. ഫ്രഷറായ ഒരാൾക്ക് ഇത്രയും കിട്ടും. ബേസിക് പേ കൂടുന്നതിനനുസരിച്ച് അതിന്റെ റേറ്റും വ്യത്യാസം വരും. അപ്പോൾ ക്യുമുലേറ്റീവ് ആയിട്ട് ഒരു മാക്സിമം ഒരു മാസമൊക്കെ ഏകദേശം ഇൻ ഹാൻഡ് സാലറി ഒക്കെ എത്ര വരാറുണ്ട്? ഫ്രഷറായി കയറുന്ന ഒരു 35,400 ബേസിക് പേ ഉള്ള ഒരു 60 അടുത്തൊക്കെ എന്തായാലും ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടും. ട്രെയിനിങ് പീരീഡിലെ ട്രെയിനിങ് സമയത്ത് നമുക്ക് ബേസിക് പ്ലസ് DA മാത്രമേ കിട്ടുള്ളൂ. പക്ഷെ അതും ഓൾമോസ്റ്റ് 55 ഒക്കെ ഉണ്ടാവും, കാരണം NPSന്റെ കട്ടിങ് വരുന്നില്ലല്ലോ. ഒരു 55 ഒക്കെ ഇൻ ഹാൻഡ് കിട്ടും ട്രെയിനിങ് പീരീഡിൽ. പിന്നെ ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടെ ഉള്ളത് യൂണിഫോം അലവൻസ് നമുക്ക് ആനുവലി കിട്ടും. ആഗസ്റ്റ് മാസം സാലറി കൂടെ ഒരു 12,500 കയറും. പിന്നെ ദീപാവലിക്ക് ബോണസ് ആയിട്ട് ഒരു 18 അടുത്ത്. എനിക്കിപ്പോ ഇത്രയധികം കണക്കുകൾ പറഞ്ഞപ്പോൾ എല്ലാം കൂടെ ക്യുമുലേറ്റീവ് ആയിട്ട് വരുന്നത് ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞാൽ പറഞ്ഞു ഏകദേശം ഒരു 60യുടെ അടുത്താണ് ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രഷർ ആയിട്ടുള്ള ഒരു SM സ്റ്റേഷൻ മാസ്റ്റർ കിട്ടുന്നത്. ഇപ്പോൾ അശ്വിൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 2 years ആയിട്ടുണ്ട്, 2.5 years ആയിട്ടുണ്ട്. അപ്പോൾ മാക്സിമം എത്ര വരെ ഒരു മാസം കിട്ടിയിട്ടുണ്ടായിരിക്കും? എനിക്കിപ്പോൾ ഒരു 66-67 ഒക്കെയാണ് ഇൻ ഹാൻഡ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ. അപ്പോയിന്റ്മെന്റ് ലെറ്റർ കയ്യിൽ കിട്ടിയിട്ട് നമ്മൾ സ്റ്റേഷൻ മാസ്റ്റർ ആയിട്ട് ജോയിൻ ചെയ്യണേക്കാളും മുമ്പ് എന്തായാലും ഒരു ട്രെയിനിങ് പീരീഡ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അത് എവിടെയായിരുന്നു? അവിടുത്തെ കാര്യങ്ങളൊക്കെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? നമുക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടിയ ഫസ്റ്റ് ഡേ നമ്മൾ പാലക്കാട് ഡിവിഷൻ ഓഫീസിൽ, ഞാൻ പാലക്കാടായിരുന്നു, ഡിവിഷൻ ഓഫീസിൽ പോയിട്ട് അവിടെ അവർ ഒരു ട്രെയിനിങ് പീരീഡിനായിട്ട് ട്രിച്ചിയിലേക്ക് നമ്മളെ അയക്കും, റിലീവ് ചെയ്തിട്ട്. ട്രിച്ചിയിൽ ഒരു അറൗണ്ട് 100 days ആയിരിക്കും നമ്മളെ ട്രെയിനിങ് പീരീഡ് ഉണ്ടാവുക. അതിൽ അറൗണ്ട് 3 സബ്ജക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഒരു കമേഴ്ഷ്യലും പിന്നെ നമ്മൾ ട്രെയിൻ ഓപ്പറേഷൻസ് ആയിട്ട് ബന്ധപ്പെട്ട 2 സബ്ജക്റ്റും. അത് 90 ദിവസം ട്രെയിനിങ് കഴിഞ്ഞ് 100 ദിവസം ട്രെയിനിങ് കഴിഞ്ഞ് ഒരു എക്സാമും കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരെ തിരിച്ച് ഡിവിഷൻ ഓഫീസിലേക്ക് റിലീവ് ചെയ്ത് വരിക. അത് കഴിഞ്ഞ് ലൈൻ ട്രെയിനിങ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ വാല്യുവേഷന് കുറച്ച് സമയം എടുക്കുമല്ലോ. ആ സമയത്ത് നമ്മൾ ലൈൻ ട്രെയിനിങ് ഓരോ ആൾക്കാരെയും ഓരോ സ്റ്റേഷനിലായിട്ട് ലൈൻ ട്രെയിനിങ് എടുക്കാൻ വേണ്ടി വിടും. മീൻവൈൽ അവർ ഇവാലുവേഷൻ ചെയ്തിട്ട് ഒരു വിത്തിൻ 2 weeks നമ്മൾ റിസൾട്ട് പബ്ലിഷ് ചെയ്യും. ഓക്കെ. അപ്പോൾ ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഏത് സ്റ്റേഷനാണ് അലോക്കേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ സ്റ്റേഷൻ മാസ്റ്ററായിട്ട് വർക്ക് ചെയ്യേണ്ടത് ഏത് സ്റ്റേഷനിലാണെന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുമോ, അതോ അവർ അലോക്കേറ്റ് ചെയ്ത് തരുന്നതാണോ പ്രൊസീജിയർ? അതില്ല, അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഈ ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞ് റിസൾട്ട് വന്നാൽ വിത്തിൻ
കുറച്ച് ദിവസം കൊണ്ട് നമുക്ക് പോസ്റ്റിംഗ് ഓർഡർ വരും. അതിൽ എവിടെയാണോ വേക്കൻസി ഉള്ളത് അതനുസരിച്ചിട്ടാണ് അവർ പോസ്റ്റിംഗ് തരിക. പിന്നെ നമുക്ക് ഭാഗ്യമുണ്ട്, നമ്മുടെ ഹോം സ്റ്റേഷനിൽ വേക്കൻസി ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ആ ഒരു ഭാഗ്യം എന്തായാലും അശ്വിൻ വർക്ക് ചെയ്യുന്നത് ഹോം സ്റ്റേഷനിൽ തന്നെയാണ്. അതെ അതെ, തലശ്ശേരിയിൽ അപ്പോൾ വേക്കൻസി ഉണ്ടായിരുന്നു, അങ്ങനെ അതെനിക്ക് കിട്ടി. ഇപ്പോൾ നമ്മൾ സ്റ്റേഷൻ മാസ്റ്റർ എന്നുള്ള പേര് കേൾക്കുന്നതിനോട് കൂടെ തന്നെ ആ വൈറ്റ് ആൻഡ് വൈറ്റ് യൂണിഫോം ഇട്ടിട്ടുള്ള ആ ഒരു സംഭവം കൂടിയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അതിനുപരി സ്റ്റേഷൻ മാസ്റ്ററുടെ വർക്ക് ഒരു ദിവസം സ്റ്റാർട്ടിങ് തൊട്ട് ആ ഒരു ഷിഫ്റ്റ് കഴിയുന്നവരെ എന്തൊക്കെ വർക്കുകളാണ്, ശരിക്കും എന്താണ് ഡ്യൂട്ടി വരുന്നത് എന്നുള്ളത് നമ്മളെല്ലാവർക്കും മനസ്സിലാവുന്ന അധികം ടെക്നിക്കൽ ടേംസ് ഒന്നും യൂസ് ചെയ്യാതെ ഒന്ന് ബ്രീഫ് ആക്കിയിട്ടൊന്ന് പറയാമോ? ഓക്കെ, സ്റ്റേഷൻ മാസ്റ്ററുടെ പ്രൈമറി ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ടു ഡീൽ ദ ട്രെയിൻ സേഫ്ലി ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറേ കാര്യങ്ങളും സ്റ്റേഷനിൽ വരും. അപ്പോൾ ഓവറോൾ ഇൻചാർജ് ഓഫ് ദ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റേഷൻ മാസ്റ്ററാണ്. ഈ ട്രെയിന് ഒരു സ്റ്റേഷനിൽ നിന്ന് വാങ്ങി വേറെ സ്റ്റേഷനിലേക്ക് അയക്കുക, അതിൻ്റെ ഉപരി വേറെ പല കാര്യങ്ങളും കൂടെ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു പാസഞ്ചർ വന്ന് കംപ്ലയിൻറ്റ് ചെയ്താൽ അത് അഡ്രസ്സ് ചെയ്യണം. പിന്നെ വേറെ എന്തെങ്കിലും ഇപ്പോൾ നിർഭാഗ്യവശാൽ എന്തെങ്കിലും റൺ ഓവറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ RPF ആയിട്ട് കോർഡിനേറ്റ് ചെയ്യണം. പിന്നെ ചിലപ്പോൾ ബോഡി എടുക്കാൻ വേണ്ടി ലോക്കൽ പോലീസിനെ വിളിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഒരു മെഡിക്കൽ അറ്റൻഷന് വേണമെങ്കിൽ ചിലപ്പോൾ ആംബുലൻസിനെ വിളിക്കേണ്ടി വരും. പിന്നെ ഇപ്പോൾ ഒരു അനൗൺസ്മെൻറ്റ് സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ അതിൻ്റെ കൺട്രോൾ വിളിച്ച് പറയണം. അപ്പോൾ ഏകദേശം ഒരു സ്റ്റേഷനിൽ എത്ര SM സ്റ്റേഷൻ മാസ്റ്റർ വരും? പിന്നെ സ്റ്റേഷൻ മാസ്റ്റർ അണ്ടറിൽ വരുന്ന അല്ലെങ്കിൽ സ്റ്റേഷൻ മാസ്റ്റർ അസിസ്റ്റ് ചെയ്യുന്ന ഡെസിഗ്നേഷൻ ഉള്ളത് ആരൊക്കെയായിരിക്കും? ഇപ്പോൾ നോർമലി വേസ്റ്റ് സ്റ്റേഷനൊക്കെ ആണെങ്കിൽ 4 പേരായിരിക്കും SMs ആയിട്ട് ഉണ്ടാവുക. പിന്നെ വലിയ സ്റ്റേഷൻ ആണെങ്കിൽ ഇപ്പോൾ കണ്ണൂർ അങ്ങനെ ഷൊർണൂർ പോലത്തെ വലിയ സ്റ്റേഷൻ ആണെങ്കിൽ ഒരേ ഷിഫ്റ്റ് തന്നെ ഒന്നിൽ കൂടുതൽ SMs വർക്ക് ചെയ്യേണ്ടി വരും. കാരണം അവിടെ അത്രയധികം ഡ്യൂട്ടി. അതെ അതെ അതെ. ഇപ്പോൾ ഷൊർണൂർ ആണെങ്കിൽ വേറെ A cabin B cabin അങ്ങനെ കുറെ പേര് വേണ്ടി വരും അറ്റ് എ ടൈം തന്നെ ഡ്യൂട്ടി എടുക്കാൻ. പിന്നെ നമ്മൾ അസിസ്റ്റ് ചെയ്യാനായിട്ട് ഉണ്ടാവും പോയിന്റ്സ്മാൻ ആണ്. അപ്പോൾ എനിക്കൊക്കെ നമ്മുടെ തലശ്ശേരി ചെറിയ സ്റ്റേഷനായതുകൊണ്ട് അറ്റ് എ ടൈം ഒരു പോയിന്റ്സ്മാൻ ഉണ്ട്. അപ്പോൾ ഷണ്ടിങ് ഒക്കെ ഉള്ള സ്റ്റേഷനിൽ മോർ ദാൻ 1 പോയിന്റ്സ്മാനും ഉണ്ടാവാം. ഇപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ പോസ്റ്റിംഗ് കിട്ടുന്നത് വലിയൊരു സ്റ്റേഷനിലാണെങ്കിൽ അതിനെന്തെങ്കിലും അഡ്വാൻറ്റേജോ ഡിസഡ്വാൻറ്റേജോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ശരിക്കും ഏതാണ് നല്ലത്? സ്റ്റാർട്ടിങ് വലിയ സ്റ്റേഷൻ കിട്ടണോ അതോ ചെറിയ സ്റ്റേഷനിൽ കിട്ടിയിട്ട് പണി മൊത്തം പഠിച്ചിട്ട് വലിയ സ്റ്റേഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാണോ? ഏതാണ് നല്ലത്? എൻ്റെ അഭിപ്രായത്തിൽ വലിയ സ്റ്റേഷനിൽ തന്നെ ഫസ്റ്റ് വർക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്ക് വലിയ സ്റ്റേഷൻ ആകുമ്പോൾ ഷണ്ടിങ്ങും അങ്ങനെ ട്രെയിൻ സ്റ്റാർട്ടിങ് സ്റ്റേഷൻസ് ഒക്കെ ആണെങ്കിൽ കുറേ എക്സ്ട്രാ കാര്യങ്ങളൊക്കെ പഠിക്കാം. അപ്പോൾ ആദ്യം തന്നെ ചെറിയ സ്റ്റേഷനിൽ പോയിട്ട് പഠിച്ച് പിന്നെ ഒരു കുറേ വർഷം കഴിഞ്ഞ് ഒരു വലിയ സ്റ്റേഷൻ എത്തുമ്പോൾ അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതിനുള്ള ആദ്യം തന്നെ ഇതെല്ലാം അറിയാമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏത് സ്റ്റേഷനിലായാലും വർക്കിംഗ് സിമ്പിൾ ആയിരിക്കും. ഇതിലെങ്ങനെയാണ് നൈറ്റ് ഡ്യൂട്ടി, ഡേ ഡ്യൂട്ടി, ഷിഫ്റ്റ് വൈസ് ആണ് വർക്ക് എന്നുള്ളത് അറിയാം. പക്ഷെ എങ്ങനെയാണ് അതിന്റെ ഡ്യൂട്ടിയുടെ ഒരു സ്കെഡ്യൂളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്? എത്ര മണിക്കൂറാണ് ഡ്യൂട്ടി വരുന്നത്? അതൊന്ന് ജസ്റ്റ് ഒന്ന് പറയാമോ? ഓക്കെ, ഞാനൊരു സൺഡേ റെസ്റ്റ് ഉള്ള ഒരാളുടെ ഒരു റോസ്റ്റർ പറഞ്ഞുതരാം. സൺഡേ റെസ്റ്റ് ആണ്, മൺഡേ ആണ് നമ്മൾ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 11 to 21, മൺഡേ ഒരു 11 to 21 എടുക്കുക. 21 hours നമ്മൾ ഡ്യൂട്ടിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ട്യൂസ്ഡേ മോർണിംഗ് 7 to 11 4 മണിക്കൂർ ഡ്യൂട്ടി എടുത്ത് നമുക്ക് വീട്ടിൽ പോയി റെസ്റ്റ് ചെയ്യാം. സെയിം ഡേ നൈറ്റ് 21 hours തിരിച്ച് ഡ്യൂട്ടി കയറുക. 21 to നെക്സ്റ്റ് ഡേ വെനസ്ഡേ മോർണിംഗ് 7 വരെ ഡ്യൂട്ടി എടുക്കുക. ഇത് നമ്മളൊരു ലിങ്ക് എന്നാ പറയാ, ഒരു ലിങ്ക്. അതായത് 24 hours ഡ്യൂട്ടി ആയിരിക്കും ഈ 3 ഡേയ്സിലെടുത്ത്. അത് വെനസ്ഡേ കഴിഞ്ഞാൽ 7 മണിക്ക് നമ്മൾ ഇറങ്ങിയാൽ പിന്നെ അന്ന് ഡ്യൂട്ടി ഇല്ല. പിന്നെ സെയിം ഷിഫ്റ്റ് നമ്മൾ തേഴ്സ്ഡേ കണ്ടിന്യൂ ചെയ്യും. അതുപോലെ തേഴ്സ്ഡേ 11 to 21 എടുക്കും. ഫ്രൈഡേ 7 to 11 നൈറ്റ്, സെയിം ഡേ നൈറ്റ്, ഫ്രൈഡേ നൈറ്റ് 21 to നെക്സ്റ്റ് ഡേ സാറ്റർഡേ 7. അത് കഴിഞ്ഞാൽ 7 AM നമ്മൾ ഇറങ്ങിയാൽ പിന്നെ അന്ന് ഡ്യൂട്ടി ഇല്ല. പിന്നെ വീക്ക്ലി റെസ്റ്റ് ആയത് സൺഡേ ആണെങ്കിൽ സൺഡേ കിട്ടും നമുക്ക്. അതാണ് ഒരു വീക്ക്ലി 48 hours ആയിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക. അതായത് ഏകദേശം ഒരു 5 ദിവസം പകൽ സമയം വീട്ടിലുണ്ടാവും. അതെ അതെ, 5 ദിവസം നമ്മൾ പകൽ സമയം വീട്ടിൽ. ഒരു ഷിഫ്റ്റ് വൈസ് ഡ്യൂട്ടി ആയതുകൊണ്ട് 5 days ആണ് വീട്ടിൽ പകൽ സമയത്ത് ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഒരു ബാങ്ക് പോകണം, അതിൽ എന്തെങ്കിലും ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് പോകണേ എക്സ്ട്രാ ലീവ് എടുക്കേണ്ട ആവശ്യമില്ല. ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ ഈ ഡ്യൂട്ടി കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ നമുക്ക് പോകാൻ സമയം ഉണ്ടാവും. ഇപ്പൊ ലീവും കാര്യങ്ങളൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിലും നമ്മുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന, സത്യം പറഞ്ഞാൽ റെയിൽവേയിലെ വർക്ക് ഞാൻ പൊതുവെ കേട്ടിരിക്കുന്ന ഒരു ടീം വർക്കാണ് എന്നുള്ളൊരു സംഭവമാണ് കേട്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ലീവോ കാര്യങ്ങളൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആയാലും നമ്മുടെ ഒപ്പം വർക്ക് ചെയ്യണ കൂടെയുള്ള ആൾക്കാർ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് പോവുകയാണെങ്കിൽ നമുക്ക് ലീവ് ഒക്കെ എടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ എമർജൻസിക്ക് വേണേ വേറെ അഡ്ജസ്റ്റന്റ് സ്റ്റേഷൻസ് ഒക്കെ ജൂനിയർ മോസ്റ്റ് SMs ഒക്കെ നമ്മുടെ സ്റ്റേഷനിൽ വന്ന് വർക്ക് ചെയ്യാറുണ്ട്. ഇപ്പോൾ കംപ്ലീറ്റ്ലി ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു വർക്കാണ് ശരിക്കും സംഭവം നടക്കുന്നത്. ഇപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ പറഞ്ഞു ഇപ്പോൾ ഷിഫ്റ്റ് വൈസ് ആണ് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ വരുന്നത്. എങ്ങനെയാ വർക്ക്? എങ്ങനെയാണ്? ഒരു പീസ്ഫുൾ ആയിട്ടുള്ള വർക്കാണോ അതോ പ്രഷർ
പ്രഷർ ഉണ്ടോ, എങ്ങനെയാണോ, ഹെക്റ്റിക് ആണോ? പീസ്ഫുൾ ആയിട്ടുള്ള വർക്ക് തന്നെയാണ്. ഒരു 99% ടൈമും നമ്മൾ പീസ്ഫുൾ തന്നെയായിരിക്കും. പിന്നെ 1% ടൈമിൽ എന്ത് സംഭവിക്കാമല്ലോ. അപ്പോൾ വന്ദേ ഭാരതിന് സിഗ്നൽ കിട്ടിയിട്ടില്ലേ നമ്മൾ ഓടേണ്ടി വരും. ഓക്കെ ഓക്കെ, അങ്ങനെയൊക്കെയാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു സിനാരിയോസ് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഇപ്പൊ റെയിൽവേ എംപ്ലോയി ആണ് അശ്വിൻ, സ്റ്റേഷൻ മാസ്റ്റർ ആയിട്ട് വർക്ക് ചെയ്യണു. അപ്പോൾ ട്രാവൽ ചെയ്യാൻ എങ്ങനെയാണ്? അലവൻസോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട് പാസ് ഉണ്ട്, റെയിൽവേ പാസ്. നമ്മൾ ഫസ്റ്റ് ക്ലാസ് പാസിന് എൻടൈറ്റിൽഡ് ആണ്. അപ്പോൾ വന്ദേ ഭാരത് ശതാബ്ദിയിലൊക്കെ പോവാം. അപ്പോൾ അതെങ്ങനെയാ വെച്ചാൽ ഇയർലി ഫസ്റ്റ് 5 ഇയേഴ്സിൽ ഒരു പാസ്സാണ് കിട്ടുക. ഒരു പാസും 4 PTO ആണ് കിട്ടുക. PTO എന്ന് പറയുമ്പോൾ 1/3 ചാർജ് നമ്മൾ കൊടുക്കണം, ബാക്കി 2/3 റെയിൽവേ. ഈ പാസ്സാണെങ്കിൽ ഫുള്ള് നമ്മൾ ഒരു എമൗണ്ടും കൂടി എടുക്കണ്ട. അപ്പോൾ ഒരു 2 ഹാഫ് സെറ്റ് ഒരു ഫുൾ സെറ്റാണ് നമുക്ക് കിട്ടുക. പിന്നെ 5 ഇയേഴ്സ് കഴിഞ്ഞാൽ അത് പെർ ഇയർ 3 പാസ് ആയിരിക്കും. 3 പാസ് പ്ലസ് 4 PTO. ഇതിലിപ്പോൾ റെയിൽവേയുടെ എംപ്ലോയി ആയിട്ട് ഇരിക്കുന്ന സമയത്ത് തന്നെ മറ്റു പല കേന്ദ്ര സർക്കാർ മത്സര പരീക്ഷകൾക്കും അപ്ലൈ ചെയ്യാം, പഠിക്കാം, അതിനുള്ള ഒരു സാഹചര്യം ശരിക്ക് SM ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടോ? അതിനൊരു ടൈമും കാര്യങ്ങളും കിട്ടുന്നുണ്ടോ? ടൈം കിട്ടും. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ തന്നെ, പകല് നമ്മൾ 5 ദിവസം വീട്ടിലായിരിക്കും. പക്ഷേ 5 ദിവസത്തിൽ 2 ദിവസം നമ്മൾ നൈറ്റ് ഓഫ് ആയിരിക്കും. ആ സമയം നമ്മൾ പകൽ മിക്കവാറും ഉറങ്ങുകയാണ് ചെയ്യുക. ഇപ്പൊ ഡ്യൂട്ടി കഴിഞ്ഞ് നമ്മൾ പോന്നു കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള ഫോൺ കോൾസോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, നമ്മൾ വൺസ് ഡ്യൂട്ടി കഴിഞ്ഞാൽ പിന്നെ ഫോണ് വരികയില്ല. അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഡ്യൂട്ടി എന്ന് പറയുന്നത് സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ മാത്രമേ. വൺസ് സൈൻ ചെയ്ത് ഓഫ് ചെയ്താൽ പിന്നെ നമ്മളെ കോള് വരികയില്ല. നൈറ്റ് ഓഫ് ആണെങ്കിൽ അവർ വിളിക്കുകയില്ല. അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം പലരും പ്രൈവറ്റ് സെക്ടറുകളിൽ വർക്ക് ചെയ്യുന്ന പലരും വീട്ടിലെത്തി കഴിഞ്ഞാലും ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും ചെയ്യുന്നത്. അത് ഇവിടെ കിട്ടുന്ന വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട്. ഇപ്പൊ റെയിൽവേയിൽ എംപ്ലോയി ആയിട്ടിരിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ അശ്വിൻ സ്റ്റേഷൻ മാസ്റ്റർ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ SSC UPSC പോലുള്ള എക്സാമുകൾ എഴുതുമ്പോൾ എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ? ലൈക്ക് എന്തെങ്കിലും റിസർവേഷൻസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഏജ് റിലാക്സേഷൻ ഉണ്ട്. വൺസ് 5 ഇയേഴ്സ് കംപ്ലീറ്റ് ആയാൽ നമ്മുടെ സർവീസിൽ നമുക്ക് 40 ഇയേഴ്സ് വരെ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് ഒക്കെ എഴുതാം. അത് ജനറൽ കാറ്റഗറിക്ക് 40 ഇയേഴ്സ്. ജനറൽ OBC ആണെങ്കിൽ +3 ഇയേഴ്സും, SC/ST ആണെങ്കിൽ 5 ഇയേഴ്സ് റിലാക്സേഷൻ ഉണ്ട്. അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം നമ്മൾ റെയിൽവേയിലെ ഏതെങ്കിലും ചെറിയ പോസ്റ്റുകൾ എഴുതി ഡെസിഗ്നേറ്റഡ് ആയാൽ പോലും SSC പോലുള്ള എക്സാമുകൾക്കൊക്കെ നമുക്ക് വീണ്ടും അവിടെ നിന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഗ്രൂപ്പ് D എക്സാം എഴുതി കഴിഞ്ഞ് ഡ്യൂട്ടിയിൽ കയറി കഴിഞ്ഞാൽ സ്റ്റേഷൻ മാസ്റ്റർ ആവാനായിട്ട് പറ്റുമോ? അവർക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, അതായത് ഡിഗ്രി ഉണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് എക്സാം എഴുതി സ്റ്റേഷൻ മാസ്റ്ററായി കയറാൻ പറ്റും. ഏതൊക്കെയാണ് ഡിപ്പാർട്ട്മെന്റ് എക്സാമുകൾ വരുന്നത്? LDC, GDC. LDC സെയിം ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പോൾ ഗ്രൂപ്പ് D ആണെങ്കിൽ അവർക്ക് GDC എക്സാം ഒക്കെ എഴുതി കയറാൻ പറ്റില്ല. ഡിഗ്രി എന്ന് പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉണ്ടായാൽ മതിയല്ലേ? അതെ. ഓക്കെ. ഇപ്പോൾ അശ്വിൻ പ്രിപ്പയർ ചെയ്തിരുന്ന സമയത്ത് നമുക്കറിയാം 3 സബ്ജക്റ്റുകളാണ് മെയിൻ ആയിട്ടുള്ളത്: മാത്സ്, റീസണിങ്, അതുപോലെ തന്നെ ജനറൽ നോളേജ്. ഇതിലെ ഏതിനായിരുന്നു ഫോക്കസ് കൊടുത്തിരുന്നത്? എങ്ങനെയായിരുന്നു പഠിച്ചിരുന്ന കാര്യങ്ങളൊക്കെ? എങ്ങനെയാണ്? GK വെയിറ്റേജ് കുറച്ച് കൂടുതലുണ്ട്. കറണ്ട് അഫയേഴ്സ് നല്ലോണം നോക്കിയിരുന്നു, വീക്കിലി അപ്ഡേറ്റ് ചെയ്തിരുന്നു. പിന്നെ ഒബ്വിയസ്ലി ക്വാണ്ടും അത്യാവശ്യം നല്ലോണം വർക്ക്ഔട്ട് ചെയ്ത് പഠിച്ചിരുന്നു. നല്ല കാൽക്കുലേഷൻ സ്പീഡ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതെ. പിന്നെ ഞാൻ ഓൾറെഡി ജോലി ചെയ്യുന്ന സമയത്ത് പ്രിപ്പയർ ചെയ്തുകൊണ്ട് എനിക്ക് ഓഫ്ലൈൻ കോച്ചിങ് എടുക്കാൻ സമയം കിട്ടിയില്ല. മാക്സിമം ഓൺലൈൻ തന്നെയാണ് ചെയ്തിരുന്നത്. അശ്വിൻ മുന്നേ വർക്ക് ചെയ്തിരുന്നത് അപ്പോൾ ഏത് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു? ഞാൻ റെയിൽവേ തന്നെയായിരുന്നു മുന്നേ. 2018 നോട്ടിഫിക്കേഷനിൽ വന്ന ALP ടെക്നീഷ്യനിൽ സിഗ്നൽ ഗ്രേഡ് 3 വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഈ NTPC എക്സാമിനും പ്രിപ്പയർ ചെയ്തത്. ഓക്കെ. ഇപ്പോൾ പ്രിപ്പറേഷന്റെ സമയത്ത് അശ്വിന് തോന്നിയിട്ടുള്ള എന്താണ്? ഓഫ്ലൈൻ കോച്ചിങ് ആണോ അതോ ഓൺലൈൻ കോച്ചിങ് ആണോ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളത്? എനിക്കാണെങ്കിൽ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഓഫ്ലൈൻ കോച്ചിങ്ങിലേക്ക് പോവാത്തത്. ടൈം ഉള്ളവരാണെങ്കിൽ ഓഫ്ലൈൻ തന്നെ പോകണമെന്നേ ഞാൻ പറയുള്ളൂ. ഇപ്പോൾ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കണതിൻ്റെ ആ ഒരു സമയത്ത്, പ്രിപ്പറേഷൻ്റെ ടൈമിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് എന്തിനായിരുന്നു? ഞാൻ മാക്സിമം മോക്ക് അറ്റൻഡ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ഡെയിലി ഒരു മോക്ക് വെച്ച് എങ്കിലും ചെയ്യും. ഒരു ഫുൾ മോക്ക് എപ്പോഴും ഒരു ഫുൾ മോക്ക് ചെയ്ത് അത് റിസൾട്ട് അപ്പം തന്നെ വർക്ക്ഔട്ട് ചെയ്യും. അങ്ങനെ ഡെയിലി വെച്ച് ചെയ്തിരുന്നു. ഓക്കെ. മോക്ക് ചെയ്ത് കഴിഞ്ഞാൽ മോക്ക് അനലൈസ് ചെയ്ത് ഏതൊക്കെയാണ് വീക്ക് പോയിന്റ് എന്നുള്ളത് കറക്റ്റ്. അതെ. തുടക്കത്തിൽ നമുക്ക് മോക്ക് ചെയ്യുമ്പോൾ മാർക്ക് കുറവായിരിക്കും. അത് ടെൻഷനൊന്നും ആവണ്ട. അത് ഇങ്ങനെ ചെയ്ത് നമ്മൾ മാർക്ക് കൂടുന്നത് തന്നെ നമുക്ക് അറിയാൻ പറ്റും. അത് തന്നെയാണല്ലോ. അപ്പൊ മോക്ക് തന്നെയാണ് ഒരു കീ എന്ന് പറയുന്നത് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ. പിന്നെ NTPCയുടെ തന്നെ സെലക്ഷൻ പ്രോസസ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പലരും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് CBAT എന്ന് പറയുന്ന സൈക്കോമെട്രി ടെസ്റ്റ്. അപ്പോൾ അത് അശ്വിൻ അറ്റൻഡ് ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു? അതെ, സൈക്കോമെട്രി നല്ലൊരു ക്രൂഷ്യൽ ഫാക്ടർ തന്നെയാണ്. അപ്പോൾ നമ്മൾ CBAT 2 120 70 കൺവേർട്ട് ചെയ്ത് ബാക്കി 30 സൈക്കോമെട്രിയുടെ മാർക്കും കൂടി ചേർത്താണ് 100 കട്ട് ഓഫ് വരിക. അപ്പോൾ ഈ 30 വളരെ ക്രൂഷ്യലാണ്. എനിക്ക് അത്യാവശ്യം മാർക്ക് കിട്ടിയോണ്ട് ടയർ 2ന്റെ റിസൾട്ട് വന്നപ്പോഴുള്ള റാങ്കിൽ നിന്ന് നല്ലൊരു ജമ്പ് കിട്ടി. സൈക്കോമെട്രി കൂടെ മാർക്ക് നേടിയപ്പോൾ നല്ലൊരു ജമ്പ് കിട്ടിയില്ല. ഓക്കെ, ഫൈൻ. പിന്നെ അതുപോലെ തന്നെ റെയിൽവേ എക്സാമുകൾക്ക് പൊതുവെ നമ്മൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത് മെഡിക്കൽ എക്സാമിനേഷൻ ആണ്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? മെഡിക്കൽ എനിക്ക് മധുരയിൽ വെച്ചായിരുന്നു. മെഡിക്കൽ അത്യാവശ്യം നല്ല സ്ട്രിക്റ്റ് ആണ്. എവിടെയായാലും
നല്ല സ്ട്രിക്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ A2 ആണ് നമ്മുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്, അതായത് സ്പെക്സ് വെക്കാൻ പാടില്ല എന്നുള്ളൊരു സംഭവം. വിത്ത് സ്പെക്ക് പറ്റും, പക്ഷേ 6/9 വേണം. ഈ മെഡിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞ് നമ്മൾ ഡ്യൂട്ടിക്കൊക്കെ കയറി ഇപ്പോൾ 2 വർഷത്തോളമായി വർക്ക് ചെയ്യുന്നു. ഇനി എപ്പോഴെങ്കിലും മെഡിക്കൽ എക്സാമിനേഷനോ അങ്ങനെ എന്തെങ്കിലും റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുമോ? അതെ, അത് PME എന്ന് പറയും, പീരിയോഡിക്കൽ മെഡിക്കൽ എക്സാമിനേഷൻ. അത് എവറി 4 years വൺസ് നമ്മൾ ചെയ്യും. എനിക്ക് അടുത്ത നെക്സ്റ്റ് 2027. ഓക്കെ, ഇപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് മൊബൈൽ ഫോണിന്റെ യൂസേജ് ഒക്കെ നമുക്ക് പറ്റുമോ? മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ എന്തെങ്കിലും എമർജൻസി വന്നാൽ ഇപ്പോൾ ഒരു മെഡിക്കൽ അറ്റൻഷൻ വന്ന ആംബുലൻസ് വിളിക്കാൻ നമുക്ക് വേറെ വഴിയില്ല, യൂസ് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ അശ്വിനെ, അപ്പോൾ എപ്പോഴെങ്കിലും സ്റ്റേഷൻ മാസ്റ്റർ ജോലി വേണ്ടാന്ന് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. അപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു റെസ്പെക്ട് കിട്ടുന്ന ജോലിയാണ്. പിന്നെ ഫിനാൻഷ്യലി നോക്കിയാലും കുഴപ്പമൊന്നുമില്ല, എല്ലാം കൊണ്ടും ഓൾ സെറ്റ് ആണ്. അതുകൊണ്ട് കിട്ടാവുന്നതിലൊരു ബെസ്റ്റ് ജോലി തന്നെയാണ്. അപ്പോൾ വർഷങ്ങളായിട്ട് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുണ്ട്. RRB NTPC എന്ന് പറയുന്ന എക്സാം ക്രാക്ക് ചെയ്തുകൊണ്ട് സ്വപ്ന ജോലിയിലേക്ക് എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഓൾറെഡി അനുഭവസ്ഥനായിട്ടുള്ള സ്റ്റേഷൻ മാസ്റ്റർക്ക് എന്താണ് പറയാനുള്ളത്? റെയിൽവേൻ്റെ റിക്രൂട്ട്മെന്റ് വരുമ്പോൾ തന്നെ നമ്പർ ഓഫ് വേക്കൻസി വളരെ കൂടുതലായിരിക്കും, അപ്പോൾ കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ എനിക്ക് അഡ്വൈസ് ആയിട്ട് പറയാനുള്ളത് സിലബസ് ഫസ്റ്റ് കവർ ചെയ്യുക, പിന്നെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്ത് നോക്കുക. ബാക്കിയെല്ലാം മോക്കിലാണ്, മോക്ക് ഇഷ്ടം പോലെ ചെയ്യുക, എത്രയും ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യുക. പിന്നെ ഒന്നാണ് കറണ്ട് അഫയേഴ്സും നല്ല നമ്മളെ മാർക്കിൽ നല്ല വ്യത്യാസം ഉണ്ടാക്കും. കറണ്ട് അഫയേഴ്സ് ഡെയിലി അല്ലെ വീക്കിലി നമ്മൾ പഠിച്ചു പോവുക, അപ് ടു ഡേറ്റ്. ഒരു 1.5 വർഷത്തെ കറണ്ട് അഫയേഴ്സ് ഒക്കെ നമ്മൾ കിട്ടിയ അത്രയും നല്ലതാണ്. കറണ്ട് അഫയേഴ്സിലൊക്കെ വലിയൊരു മാർക്കിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നു. ടയർ 2 നല്ല വ്യത്യാസം ഉണ്ടാക്കിയിട്ടുണ്ട് കറണ്ട് അഫയേഴ്സ് നോക്കിയതുകൊണ്ട്. അപ്പോൾ RRB NTPC പോലെയുള്ള എക്സാമുകൾ എഴുതിക്കൊണ്ട് ഇതുപോലെ സ്റ്റേഷൻ മാസ്റ്റർ, ഗുഡ്സ് ഗാർഡ് പോലെയുള്ള വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഡെസിഗ്നേഷനിൽ നിങ്ങൾക്ക് എത്തിപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കുള്ള ഓഫ്ലൈൻ ഓൺലൈൻ കോഴ്സുകളെല്ലാം സൈലം SSC RRBയിൽ അവൈലബിൾ ആണ്. സോ ജോയിൻ us and crack your dreams.